വി ഡി സതീശന്റെ മറ്റൊരു കള്ളം കൂടി പൊളിയുകയാണ്. ടാറ്റ ആട്ട്കോൺ മലബാർ സംയുക്ത സംരംഭം 2025-ൽ LDF സർക്കാർ കൊണ്ടുവന്നതാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ടാറ്റ ആർട്സ് ആൻഡ് മലബാർ സിമന്റ്സ് സംയുക്ത സംരംഭ പദ്ധതി LDF സർക്കാരിന്റെ കാലത്തേതാണ്. 500 കോടി മുതൽ മുടക്കുള്ളതാണ് ബോട്ട് നിർമ്മാണ യൂണിറ്റ്. 2025 ഫെബ്രുവരി 19-ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ രേഖകൾ കൈരളി ന്യൂസിൽ ലഭിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സാലി, മുഖ്യമന്ത്രിയുടെ ഒരു തള്ള് അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു, കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ കമ്പനി 10,000 കോടി ടാറ്റ നിക്ഷേപിക്കുന്നു വലിയ വായിൽ പൊതുവേദിയിൽ പറയുകയും ചെയ്തത്. അത് വലിയൊരു കള്ളം. പക്ഷേ ആ കള്ളത്തിന് ഇടയാക്കിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന 500 കോടിയുടെ ഒരു ബോട്ട് നിർമ്മാണ പദ്ധതി. എന്താണ് ഈ രേഖകളിലൂടെ മനസ്സിലാകുന്നത്? എന്തൊക്കെ കള്ളങ്ങളാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നത്? സിജു, അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിലും ഒപ്പം ഒരു പൊതുവേദിയിലും മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി 10,000 കോടിയുടെ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് കഴിഞ്ഞു, UDF കഴിഞ്ഞു എന്ന് ഒരു പ്രഖ്യാപനമായിരുന്നു. വലതാഭിമുഖ്യമുള്ള മാധ്യമങ്ങൾ അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ആഘോഷമാക്കുകയും ചെയ്തു. പക്ഷേ ഉടനെ തന്നെ ടാറ്റ ഇതെല്ലാം നിഷേധിച്ച് രംഗത്ത് ഇറങ്ങി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കപ്പൽ നിർമ്മാണ പദ്ധതിയില്ല, ഞങ്ങൾ അങ്ങനെ കപ്പൽ നിർമ്മാണ മേഖലയിൽ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമില്ല, അങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾക്ക് കേരളത്തിലുമില്ല, അങ്ങനെ ഒരു ധാരണാപത്രവും ഇല്ല, അങ്ങനെ ഒരു പ്രഖ്യാപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും ഒരു മുഖ്യമന്ത്രിയെ ടാറ്റ എന്ന് പറയുന്ന ബഹുരാഷ്ട്ര കമ്പനി നിഷേധിക്കൂ. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ദുർഗതി ഉണ്ടാവുക. ടാറ്റ പോലുള്ള ഒരു കമ്പനി ആ മുഖ്യമന്ത്രി, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് വിവരം പുറത്തു വരികയും അത് ദേശീയ മാധ്യമമായ ET എക്കണോമിക് ടൈംസ് അത് വാർത്തയാക്കുകയും ചെയ്തതോടുകൂടി അക്ഷരാർത്ഥത്തിൽ കേരളം മുഖ്യമന്ത്രിയല്ല, കേരളം തന്നെ നാണക്കേടിലായ ഒരു സംഭവമാണിത്. അതേ തുടർന്ന് ഉരുണ്ട് കളിച്ചു മുഖ്യമന്ത്രി വി ഡി സതീശൻ. എന്നിട്ടൊരു പ്രസ്താവന ഇറക്കി. താൻ ഈ പറഞ്ഞ സമുദ്ര മിഷൻ എന്ന് പറയുന്ന പദ്ധതി അത് ദീർഘകാലമായൊരു ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതിയാണ്. അതിൽ 10,000 കോടി ടാറ്റയിൽ നിന്നുമല്ല താൻ ഉദ്ദേശിച്ചത്. ടാറ്റയുടെ ഒരു പദ്ധതിയുണ്ട്, അത് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ടാറ്റയുടെ സബ്സിഡിയറിയായ ആർട്സ് ആൻഡ് ഗ്രൂപ്പും കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സും ചേർന്ന് 500 കോടിയുടെ ഒരു ബോട്ട് നിർമ്മാണ യൂണിറ്റ്, അത് ഈ പദ്ധതിയുടെ ഭാഗമാണ്, അതും തങ്ങളുടെ നേട്ടമാണ് എന്നാണ് അദ്ദേഹം ആ വാർത്താക്കുറിപ്പിൽ അവകാശപ്പെടുന്നത്. അതായത് UDFൻ്റെ ഒരു നേട്ടമായി ടാറ്റ ആർട്സ് ആൻഡ് ഗ്രൂപ്പ് പ്ലസ് മലബാർ സിമന്റ്സ് ഒരു ജോയിൻറ്റ് വെഞ്ചർ ബോട്ട് നിർമ്മാണ യൂണിറ്റ് കൊച്ചിയിൽ, അതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ആദ്യം പറഞ്ഞ 10,000-ൻ്റെ കള്ളം മറയ്ക്കാൻ പുതിയൊരു കഥ പറഞ്ഞു, പുതിയൊരു കാര്യം പറഞ്ഞു. പക്ഷേ ആ വിവരം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ ഈ ടാറ്റയുടെ സബ്സിഡിയറിയായ ആർട്സ് ആൻഡ് ഗ്രൂപ്പും കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സും സംയുക്തമായി ആരംഭിക്കുന്ന ഈ ബോട്ട് നിർമ്മാണ യൂണിറ്റിന് തുടക്കം കുറിച്ചത്, ആ പദ്ധതിയുടെ MOU, ഗവൺമെൻറ് ഓർഡർ, കരാർ എല്ലാം വന്നത് ഇടത് സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളതാണ്. ആ ഗവൺമെൻറ് ഓർഡറിൻ്റെ അന്നത്തെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ മുഹമ്മദ് അനീഷ് IAS ആണ് ജിയോയിൽ ഒപ്പിട്ടിരിക്കുന്നത്. ആ ഒപ്പിട്ടിരിക്കുന്ന ഡേറ്റിൽ, ആ ജിയോയിൽ തന്നെ കൃത്യമായ ഡേറ്റ് ഉണ്ട്, 19/2/2025 ജിയോയാണ്. ആ ജിയോയിൽ പറയുന്നുണ്ട് ഇതെന്താണ് പദ്ധതി, എങ്ങനെയാണ് ഈ പദ്ധതി രൂപപ്പെട്ടു വന്നത്. അതായത് കേരളത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവായിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കെ നടത്തിയ ഗ്ലോബൽ സമ്മിറ്റിൽ ഈ ടാറ്റ ആർട്സ് ആൻഡ് ഗ്രൂപ്പുമായിട്ടൊരു ധാരണാപത്രം MOU ഒപ്പുവെച്ചിട്ടുണ്ട്. അത് 21, 22 തീയതികളിൽ ഫെബ്രുവരി 2025 അന്നും ഇടത് സർക്കാരാണ് എന്നത് മറക്കരുത്. അപ്പോൾ 2025 ഫെബ്രുവരി 20, 21 തീയതികളിൽ ധാരണാപത്രം ഒപ്പുവെക്കുകയും 2025 ഫെബ്രുവരി 19 തന്നെ അതിൻ്റെ ജിയോ പുറത്തിറങ്ങുകയും ചെയ്ത ഒരു പദ്ധതിയാണിത്. ആ പദ്ധതി എന്താണ് എന്ന് അന്വേഷിച്ചാൽ കൊച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെ ഭൂമി, ഒരു 6.9 ഏക്കർ ഭൂമി 10 വർഷം മുമ്പ് മലബാർ സിമന്റ്സിന് ലീസിന് നൽകിയിരുന്നു. ആ ഭൂമിയിലാണ് ഈ പദ്ധതി വരിക. പക്ഷേ ആ 10 വർഷം മുമ്പ് മലബാർ സിമന്റ്സ് ലീസിനെടുത്തത് ഒരു വ്യവസായ യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ എല്ലാം നെഗറ്റീവ് റിസൾട്ടായിരുന്നു. കാരണം അത് യോഗ്യമല്ല, ലാഭകരമല്ല, അത് പദ്ധതി തുടങ്ങുന്നത് ഗുണകരമല്ല എന്നൊക്കെ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മലബാർ സിമന്റ്സ് ആ പദ്ധതി ഡ്രോപ്പ് ചെയ്തു. ആ കഴിഞ്ഞ 10 വർഷമായി പോർട്ട് ട്രസ്റ്റിന് മലബാർ സിമന്റ്സ്, അതായത് നമ്മൾ സംസ്ഥാന സർക്കാർ മലബാർ സിമന്റ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ലീസിൻ്റെ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭൂമിയുടെ ലീസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കൈവശം, മലബാർ സിമന്റ്സിൻ്റെ കൈവശം തന്നെയാണ് ആ ഭൂമി ഉള്ളത്, പോർട്ട് ട്രസ്റ്റിൻ്റേതാണെങ്കിൽ കൂടി. അപ്പോൾ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ സർക്കാർ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമിരിക്കുന്ന മിച്ചം ഭൂമി എന്തെങ്കിലും ഗുണകരമായ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ദീർഘവീക്ഷണത്തോടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലബാർ സിമന്റ്സിൻ്റെ കൈവശം ഈ 6.93
ഏക്കർ ഭൂമി കൈവശമിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും മന്ത്രി പി രാജീവ് മുൻകൈയെടുത്ത് ആ ഭൂമി മറ്റേതെങ്കിലും ആവശ്യത്തിന് വിനിയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മലബാർ സിമന്റ്സിനെ കൊണ്ടുവരികയും ടാറ്റ ആർട്സ് ആൻഡ് ഗ്രൂപ്പിനെ കൊണ്ടുവരികയും ചെയ്ത് ടാറ്റയുടെ മേധാവി ചന്ദ്രശേഖരനെ വ്യവസായ മന്ത്രി പി രാജീവ് എന്ന അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് പോയി കണ്ടാണ് ഇതിന് ക്ഷണിച്ചത്. അങ്ങനെ ആ ക്ഷണിച്ച് ഉപഹാരം കൊടുക്കുന്ന ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. ഒപ്പം പുറത്തുവിട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓർഡറാണ്. അതെല്ലാം LDF സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ്. അപ്പോൾ ആ പദ്ധതി അങ്ങനെ ചർച്ച നടത്തി ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ വെച്ച് ഇതിനൊരു ധാരണാപത്രം ഒപ്പുവെച്ചു. ആ ധാരണാപത്രത്തിൽ പറയുന്നത് 500 കോടി മുടക്കി ഒരു ബോട്ട് നിർമ്മാണ യൂണിറ്റ് കേരളത്തിൽ ആരംഭിക്കും, ഈ പ്രസ്തുത ഭൂമിയിൽ ആരംഭിക്കും എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ഈ തീരദേശം ഒരുപാടുണ്ട്, ഉൾനാടൻ ജലപാതകൾ ഒരുപാടുണ്ട്. അപ്പോൾ ബോട്ട് നിർമ്മാണത്തിന് വലിയ സാധ്യതകളുണ്ട് എന്നാണ് ആ MOUവിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നത്. അങ്ങനെ 500 കോടി. അപ്പോൾ എന്താണ് മലബാർ സിമന്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയുടെ 58 കോടി രൂപയാണ് ഇതിൻ്റെ ഭൂമിയിൽ മലബാർ സിമന്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. ആ 58 കോടി രൂപ ഈ സംയുക്ത പദ്ധതിയിൽ കേരളത്തിൻ്റെ ഓഹരി, മലബാർ സിമന്റ്സിൻ്റെ ഓഹരിയായി മാറും. അങ്ങനെയാണ് പദ്ധതി ദീർഘവീക്ഷണത്തോടെ രൂപപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങി, ആ ഭൂമി കൈമാറി. ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഭൂമിയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ CRPFൻ്റെയും പോർട്ട് ട്രസ്റ്റിൻ്റെയൊക്കെ നടുക്ക് കിടക്കുന്നൊരു ഭൂമിയാണ്. വളരെ സ്ട്രാറ്റജിക്കഡ് ആയിട്ടുള്ളൊരു വിഷയം ആ ഭൂമിക്കുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നിലാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഈ ഇടയ്ക്ക് ഇവിടെ എത്തിച്ച് നമ്മുടെ തീരത്ത് അടുത്തിരിക്കുന്ന കപ്പൽ, ആ വിവാദമായ ഒരു കപ്പലുണ്ട്. ആ കപ്പൽ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ദൃശ്യങ്ങൾ എടുക്കാൻ ആ ഭൂമിയുടെ സമീപപ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കില്ല. നമ്മളിന്ന് അവിടെ പോയി മടങ്ങുകയാണ് ചെയ്തത്. കാരണം നമുക്കറിയാം, ഒരു ദേശീയ മാധ്യമം കപ്പലിൻ്റെ ദൃശ്യം എടുക്കാൻ ശ്രമിച്ച ഒരു ദേശീയ മാധ്യമത്തിൻ്റെ ക്യാമറമാനെ CRPF പിടിച്ചെടുത്ത് ജയിലിലടച്ചിരുന്നു അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പ്രദേശമാണത്. അവിടെ ആ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു പദ്ധതി അവിടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം പ്രാരംഭ പ്രവർത്തനങ്ങൾ പിന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്കും കടന്നു. ആ പദ്ധതിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി VD സതീശൻ UDF സർക്കാരിൻ്റെ കാലത്ത് 2 മാസം മുമ്പ് മാത്രം അധികാരത്തിലെത്തിയ തങ്ങളുടെ പദ്ധതിയാണെന്ന് അവകാശവാദം. ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് പച്ചക്കള്ളം എന്ന് നമുക്ക് പറയുന്നതിന് പരിമിതിയുണ്ട്. വസ്തുതാവിരുദ്ധമായ കാര്യം രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഈ അന്നത്തെ LDF സർക്കാർ പദ്ധതി ഇട്ടത്, വിഭാവന ചെയ്തത് ബോട്ട് നിർമ്മാണ യൂണിറ്റാണ്. 500 കോടിയാണ്. അതിനെ VD സതീശൻ കപ്പലാക്കി. 500 കോടി എന്നുള്ളത് 10,000 കോടിയാക്കി. അതിൽ ടാറ്റ കപ്പൽ നിർമ്മാണം അവർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. ഈ ടാറ്റയുടെ ഈ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ബോട്ട് നിർമ്മാണ വിഭാഗമാണ് അല്ലേ? അതായത് വളരെ കൃത്യമാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സാലി പറഞ്ഞതിൽ നിന്നാണ് ഏറ്റവും വ്യക്തമായ വിവരം വരുന്നത്. നിലവിൽ ഈ പറയുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ആ പ്രവൃത്തി, ആ നിർമ്മാണം പുരോഗതി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ എടുത്താണ് വലിയ തരത്തിൽ ടാറ്റയെ കൂടി നാണം കെടുന്ന തരത്തിലേക്ക് വലിയ കള്ളമാക്കി, പെരുന്നുണയാക്കി VD സതീശൻ മാറ്റിയത്. കേരളത്തിന് അങ്ങേയറ്റം അപമാനകരമായ ഒരു സാഹചര്യം ഈ മുഖ്യമന്ത്രിയുടെ ഇത്തരം പ്രസ്താവനകൾ കൊണ്ടുണ്ടായി എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ അത് മുൻ മന്ത്രി പി രാജീവ് വിശദീകരിക്കുകയും ചെയ്തു. കാരണം ഇതൊരു അന്തർദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ 10,000 കോടിയുടെ നുണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ളതാണ്. ഈ ടാറ്റ പോലുള്ള ഒരു ബഹിരാഷ്ട്ര ഭീമൻ അത് നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തു. അത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ മാത്രമല്ല, കേരളം തന്നെ നാണം കെട്ടു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ നാണക്കേടിൽ നിന്ന് തടിയൂരാൻ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് മറ്റൊരു നുണയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഇടത് സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി പി രാജീവുമായിരുന്ന കാലത്ത് ആരംഭിച്ചൊരു പദ്ധതി, അത് തങ്ങളുടെ 10,000 കോടിയുടെ പദ്ധതിക്ക് പകരമായി അങ്ങ് അവതരിപ്പിക്കുകയാണ്. എങ്കിൽ ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്, നമുക്ക് സംയുക്ത സംരംഭമാണ്, ഇത് ഞങ്ങളും കൂടി ഏറ്റെടുക്കുന്നു, ഇത് വലിയ വിജയമാക്കി നമുക്ക് കൊണ്ടുപോകണം എന്നാണ് ഒരു മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ അതിൽ പൊരുത്തക്കേടില്ല. കാരണം തുടർച്ചയാണ് സർക്കാർ. കേരളത്തിൻ്റെ വികസന സാധ്യതകളെ ഏത് സർക്കാരാണ് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ VD സതീശൻ പറഞ്ഞത് അങ്ങനെയല്ല. ഈ പദ്ധതി 10,000 കോടി എന്ന് താൻ ഉദ്ദേശിച്ച പദ്ധതി ഇതൊക്കെയാണ്, അതൊക്കെ ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നതാണ്, പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ അങ്ങ് പറയുകയാണ് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. പക്ഷേ അതിൽ വസ്തുതാവിരുദ്ധമായ കാര്യം എന്ന് പറയുന്നത് മുൻ സർക്കാരിൻ്റെ പദ്ധതി തൻ്റേതാക്കി അവതരിപ്പിച്ചു എന്നത് മാത്രമല്ല, അതിൽ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ്. അത് 10,000 കോടിയുടെ വലിയൊരു കപ്പൽ നിർമ്മാണശാല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറയുന്നത്. ഇത് കേവലം 500 കോടിയുടെ ഒരു ബോട്ട് നിർമ്മാണ, ഒരു ചെറു ബോട്ടുകളല്ല, വലിയ ബോട്ടുകൾ,
ഈ ഉൾനാടൻ ജലപാത, വേണമെങ്കിൽ അത് കപ്പൽ എന്ന് പറയാം, വലിയ വൻകിട ബോട്ടുകൾ നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണിത്. ആ പദ്ധതി ഈ തീരത്തോട് ചേർന്ന് പോർട്ട് ട്രസ്റ്റിൻ്റെ ഭൂമിയിൽ, അതാണ് വിഭാവനം ചെയ്ത പദ്ധതി. അത് വിഭാവനം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ ജിയോ ഇറങ്ങി, MOU ഒപ്പിട്ടു, അത് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങി, ഭൂമി കൈമാറി. 5.93 ഏക്കർ ഭൂമി ഇപ്പോൾ ഈ ജോയിൻറ്റ് വെഞ്ചർ നടത്തുന്ന ഈ 2 കമ്പനികളുടെയും കൈവശമാണുള്ളത്. അതിൽ മലബാർ സിമെൻസിൻ്റെ ഓഹരി ഈ ഭൂമിയുടെ വിലയായ 58 കോടിയാണ്. ഇതൊക്കെ ഗവൺമെൻറ് ഓർഡറിലുണ്ട്. അത് 2025 ഫെബ്രുവരിയിൽ മുഹമ്മദ് അനീഷ് IAS പ്രിൻസിപ്പൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ പുറത്തിറങ്ങിയ ഒരു ഗവൺമെൻറ് ഓർഡറാണ് എന്നത് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, അത് ഒരിക്കലും തെളിയില്ല എന്ന് വിചാരിച്ചാണോ, അതോ താൻ പറയുന്ന കള്ളങ്ങൾ തുറന്നു കാണിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരുമ്പിടില്ല എന്ന അമിത ആത്മവിശ്വാസമാണോ എന്നറിയില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായി പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. ആദ്യം പറഞ്ഞ കള്ളം മറയ്ക്കാൻ പറഞ്ഞത് അതിലും വലിയ കള്ളമാണ് എന്നുള്ളതാണ് വസ്തുത. അല്ല, ഇതിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആർട്സൺ ഗ്രൂപ്പ്, അതായത് ടാറ്റ ഗ്രൂപ്പ്, ഒപ്പം തന്നെ മലബാർ സിമെൻറ്റ്സ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, ഇതിൽ ഈ പണം മുടക്കുന്നത് ആർട്സൺ ഗ്രൂപ്പാണ്, ഭൂമി നൽകുന്നത് മലബാർ സിമെൻറ്റ്സ്, പോർട്ട് ട്രസ്റ്റിലാണ് ഇത് രൂപീകരിക്കുക. അങ്ങനെ 3 പേരാണ് നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. അതല്ലേ എൻ്റെ ശരിയായ വസ്തുത? സിജു, പോർട്ട് ട്രസ്റ്റ് നേരിട്ട് ഈ പദ്ധതിയിലില്ല. പോർട്ട് ട്രസ്റ്റിൻ്റെ ഭൂമി മലബാർ സിമെൻറ്റ്സ് 10 വർഷം മുമ്പ് ലീസിനെടുത്തിരുന്നു. ഭൂമി പോർട്ട് ട്രസ്റ്റിൻ്റെതാണ്. പക്ഷേ ലീസിനെടുത്തതോടുകൂടി ഈ ലാൻഡ് ലോഡിൻ്റെ കയ്യിൽ നിന്ന് ഈ ലീസിനെടുത്ത ആൾക്കായി ഭൂമിയുടെ അവകാശം ഈ ലീസ് കാലയളവിൽ. അതുകൊണ്ട് നിയമപ്രകാരം ഭൂമി പോർട്ട് ട്രസ്റ്റിൻ്റെ ആണെങ്കിലും അത് ലീസിന് കിട്ടിയതോടുകൂടി മലബാർ സിമെൻറ്റ്സിൻ്റെ ഭൂമിയായി മാറി. മലബാർ സിമെൻറ്റ്സ് അതിന് പാട്ടം അടച്ചുകൊണ്ടിരിക്കുകയാണ്. പോർട്ടിൽ, കൊച്ചിൻ പോർട്ടിൽ അടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മലബാർ സിമെൻറ്റ്സിൻ്റെയാണ്. അപ്പോൾ മലബാർ സിമെൻറ്റ്സ് ഈ ജോയിൻറ്റ് വെഞ്ചർ സംയുക്ത സംരംഭത്തിൽ മലബാർ സിമെൻറ്റ്സിൻ്റെ റോള് ഈ ഭൂമിയാണ്. ഈ ഭൂമിയുടെ 58 കോടി രൂപയാണ് ഇതിൻ്റെ മതിപ്പ് വില. അതിൻ്റെ മുതൽ മുടക്കായി ഓഹരി നിക്ഷേപമായി അതിൽ ചേർക്കുക. ഇനി മലബാർ സിമെൻറ്റ്സ് അഡീഷണൽ ഓഹരി നിക്ഷേപം ചേർക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ഇത് ഈ ഭൂമിയുടെ മൂലധനം, അതാണ് ഓഹരി. ഈ സംയുക്ത പദ്ധതിയിൽ മലബാർ സിമെൻറ്റ്സിൻ്റെ ഓഹരി, കുറച്ച് പണം ടാറ്റയുടെ സബ്സിഡിയറിയായ ഈ ആർട്സൺ ഇൻഡസ്ട്രീസ്, ആർട്സൺ ഗ്രൂപ്പും മുതൽ മുടക്കി. 500 കോടിയാണ് മൊത്തം. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. വലിയ പദ്ധതി. 2 ഗുണമുണ്ടത്. ഈ ഭൂമി 10 വർഷമായി മലബാർ സിമെൻറ്റ്സ് പാട്ടം അടച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ടത്തുക അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെറുതെ കിടക്കുകയായിരുന്നു. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവിടെ മലബാർ സിമെൻറ്റ്സ് ഒരു പദ്ധതി, ഒരു വ്യവസായ യൂണിറ്റ് ആരംഭിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽ സ്വാഭാവികമായും ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി. അപ്പോൾ അത് റിസൾട്ട് നെഗറ്റീവായിരുന്നു. ആ വ്യവസായത്തിന് സാധ്യതയില്ല എന്നതാണ് റിപ്പോർട്ട് കിട്ടിയത്. അതുകൊണ്ട് അതവിടെ ഡ്രോപ്പ് ചെയ്തതാണ് മലബാർ സിമെൻറ്റ്സ്. 10 വർഷം വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോഴും മലബാർ സിമെൻറ്റ്സ് പാട്ടത്തുക അടച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മലബാർ സിമെൻറ്റ്സിൻ്റെ കൈവശം ഭൂമിയുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം എന്ന് സർക്കാർ ആലോചിച്ചു. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുൻകൈയിൽ നടന്ന പല പദ്ധതികളിലൊന്നാണിത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിൽ ഒട്ടേറെ ഭൂമി കിടക്കുന്നുണ്ട്. ആ ഭൂമി വെറുതെ കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്, ആർക്കും ഉപകാരമില്ലാതെ കിടക്കുകയാണ്. അവിടെ ചെറുതും വലുതുമായ വ്യവസായങ്ങൾ ആരംഭിച്ചാൽ കേരളത്തിൽ തൊഴിൽ സാധ്യത ഉണ്ടാകുമെന്ന് കണ്ട് അന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഭൂമിയെക്കുറിച്ച് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഭൂമിയെക്കുറിച്ച് പഠനം നടത്തി. എന്നിട്ടെല്ലാം പ്രത്യേകം ലിസ്റ്റാക്കി. ആ ലിസ്റ്റിൽ എന്തൊക്കെ ആരംഭിക്കാമെന്ന് പ്രത്യേക സമിതിയെ വെച്ച് പഠിച്ചു. ആ സമിതി നിർദ്ദേശിച്ചതാണ് ഇങ്ങനൊരു ബോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു സാധ്യതയുണ്ട്, മലബാർ സിമെൻറ്റ്സിനെ ഉൾപ്പെടുത്തിയാൽ ആ മലബാർ സിമെൻറ്റ്സിൻ്റെ ഭൂമി ഉപയോഗിക്കാം. അപ്പോൾ ഇതറിഞ്ഞ് ഈ മേഖലയിലുള്ള ടാറ്റയുടെ ആർട്സൺ ഗ്രൂപ്പുമായി ബന്ധപ്പെടാൻ മന്ത്രി P. രാജീവ് നിശ്ചയിക്കുന്നു. അങ്ങനെ ടാറ്റയുടെ ആസ്ഥാനത്ത് നിന്ന് ടാറ്റയുടെ മേധാവിയായിട്ടുള്ള ചന്ദ്രശേഖരനെ അദ്ദേഹം ഒരു ആറന്മുള കണ്ണാടിയൊക്കെ ഉപഹാരം കൊടുക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോയി കാണുന്നു, സംസാരിക്കുന്നു, ഞങ്ങൾ വന്നോളാം എന്ന് പറയുന്നു, വരുന്നു, MOU ഒപ്പിടുന്നു, ആ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു. അതാണ് പദ്ധതിയുടെ രൂപരേഖ. അപ്പോൾ ഉടനെ അത് പൂർണ്ണമായി നിലവിൽ വരും. കേരളത്തിൽ നിന്ന് ബോട്ട് നിർമ്മാണം ആരംഭിക്കും. കേരളത്തിൽ ഓടിക്കാൻ മാത്രമല്ല, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ഒക്കെ ഈ സംയുക്ത സംരംഭം ബോട്ട് നിർമ്മിച്ച്, വലിയ ബോട്ടുകളാണ് നിർമ്മിച്ച് കയറ്റുമതി ചെയ്യും. കേരളത്തിന് നികുതി പണം കിട്ടും, കേരളത്തിന് തൊഴിലവസരങ്ങൾ കിട്ടും. വലിയൊരു പദ്ധതിയാണ്. നമുക്കൊക്കെ ഈ സമീപകാലത്തൊന്നും സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള ഒരു നല്ല പദ്ധതിയായിരുന്നു അത് സർക്കാർ ആരംഭിച്ചു. അന്ന് തന്നെ ഈ വാർത്തകളെല്ലാം മാധ്യമങ്ങളിൽ വന്നതാണ്.